കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ നേട്ടമെന്നാണ് നാട്ടുനടപ്പ്. എന്നാൽ മൂന്നാം ഊഴത്തിൽ മോദി സർക്കാരിന് കാര്യങ്ങളത്ര ശുഭകരമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൂട്ടുകക്ഷികളുടെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് BJP എന്നാണ് പ്രതിപക്ഷം പരിഹസിക്കുന്നത്. ഇതോടെ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാനാകാതെ പിന്തിരിയുകയാണെന്നും പറയുന്നു. പ്രതിപക്ഷമാകട്ടെ ഒരിഞ്ച് പോലും പിന്നോക്കം പോകാതെ ശക്തമായ പ്രതിരോധവുമായി രംഗത്തുണ്ട്. അതിനേക്കാൾ മോദിയെയും അമിത്ഷായെയും വലയ്ക്കുന്നത് ഘടകകക്ഷികളായ TDP JDU സമ്മർദ്ദമാണ്. ഇതോടെ ഒരു മാസത്തിനിടെ 4 സുപ്രധാന തീരുമാനങ്ങൾ ചുരുട്ടിക്കെട്ടി സർക്കാരിന് ഓടേണ്ടി വന്നു. JDU ഭരിക്കുന്ന ബീഹാറിനും TDP സർക്കാരുള്ള ആന്ധ്രയ്ക്കും ബജറ്റിൽ വാരിക്കോരി കൊടുത്തിട്ടും കരുണയില്ലാത്ത അവസ്ഥയാണുള്ളത്. ന്യൂനപക്ഷ അവകാശങ്ങളെ ഹനിക്കുന്ന യാതൊന്നിനും അവർ കൂട്ടുനിൽക്കില്ല. RSS തീരുമാനത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി, ധ്രുവ് റാഠിയെ പോലുള്ള യൂട്യൂബർമാർക്ക് മൂക്കുകയറിടാൻ കൊണ്ടുവന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ, ദീർഘകാല മൂലധന നേട്ടം ആനുകൂല്യം ഒഴിവാക്കൽ, ഉന്നത പദവികളിലെ കരാർ നിയമനം എന്നീ തീരുമാനങ്ങളിൽ നിന്ന് ഏറെ വൈമനസ്യത്തോടെ സർക്കാരിന് പിന്തിരിയേണ്ടി വന്ന കാഴ്ചയാണ് കണ്ടത്. കേന്ദ്ര സർക്കാർ ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർ അടക്കമുള്ള ഉയർന്ന തസ്തികകളിലേക്ക് കരാർ നിയമനം നടത്താനുള്ള പത്രപരസ്യം UPSC കഴിഞ്ഞയാഴ്ച നൽകിയത് ഏറെ വിവാദമായിരുന്നു. മോദി മന്ത്രിസഭാംഗവും LJP നേതാവുമായ ചിരാഗ് പാസ്വാൻ ഇതിൽ അസംതൃപ്തി അറിയിച്ചു. ഇതിനോടൊട്ടും യോജിക്കാനാകില്ലെന്ന കാര്യം JDU TDP നേതൃത്വം വ്യക്തമാക്കി. അതോടെ കേന്ദ്രത്തിന് തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു. ധ്രുവ് റാഠിയെ പോലുള്ള സ്വതന്ത്ര വ്ലോഗർമാരും യൂട്യൂബർമാരും കേന്ദ്ര സർക്കാർ കെടുകാര്യസ്ഥതയും അഴിമതിയും കാട്ടുന്നതായി തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു. അതും തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിരുന്നു. അങ്ങനെയാണ് അധികാരത്തിലേറിയതിനു പിന്നാലെ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ കൊണ്ടുവന്നത്. ഇതിലെ കരട് തന്നെ വിവാദമായി. എഡിറ്റേഴ്സ് ഗിൽഡും പ്രതിപക്ഷവും സമൂഹമാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസർമാരും കടുത്ത എതിർപ്പറിയിച്ചതോടെ കൂടുതൽ പരിശോധന വേണമെന്ന് പറഞ്ഞ് കേന്ദ്രം പിൻവാങ്ങി. ഇതിനു പിന്നാലെ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷവും മുസ്ലിം സംഘടനകളും ഇതിനെ എതിർക്കുകയും ചെയ്തു. മോദിയുടെ കസേര താങ്ങി നിർത്തുന്ന TDPയും JDUവും കർശന നിലപാട് സ്വീകരിച്ചു. അതോടെ പാർലമെന്റിൽ സംയുക്ത സമിതിക്ക് ബിൽ വിട്ട് കേന്ദ്രം പ്രതിഷേധം തണുപ്പിച്ചു. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ BJPക്ക് എടുക്കാനാകുന്നുണ്ടെങ്കിലും നടപ്പാക്കാനാകാതെ നട്ടം തിരിയുകയാണ്. ദീർഘകാല നേട്ടമായ മൂലധന നിക്ഷേപങ്ങൾ വിൽക്കുമ്പോഴുള്ള ആനുകൂല്യം കേന്ദ്ര ബജറ്റിൽ ഒഴിവാക്കിയിരുന്നു. മധ്യവർഗം ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് നടത്തിയത്. അതോടെ സർക്കാർ ധനബില്ലിൽ ഭേദഗതി കൊണ്ടുവന്നു. ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതി വർദ്ധിപ്പിച്ചതാണ് BJPക്കാരെ പോലും ചൊടിപ്പിച്ചത്. അതോടെ മോദി പിൻവാങ്ങി. അങ്ങനെ തിരിച്ചടികളുടെ ഘോഷയാത്രയുമായാണ് മൂന്നാം മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത്.